ഹലോ എവ്രി വൺ. അപ്പോൾ ഈദ് ഹോളിഡേ പ്രമാണിച്ച് ഇവിടെ യു എയിലുള്ളവർക്ക് എല്ലാവർക്കും 4 days ലീവാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് 3 days ആണ്. അപ്പോൾ 3 days എങ്കിൽ 3 days ഞങ്ങൾ അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യ ദിവസം ഞങ്ങൾ നേരെ ദുബായിൽ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തു. അപ്പോൾ അബുദാബിയിൽ നിന്ന് ആദ്യം ദുബായിലെ ഹോട്ടലിലേക്ക്, പിന്നെ അന്നത്തെ ദിവസം പുറമേക്ക് അങ്ങനെ കറങ്ങാനുള്ള പ്ലാനിങ് ഒന്നുമില്ല, അല്ലാതെ ഷോപ്പിംഗ്, അതാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഫസ്റ്റ് ഡേ അങ്ങനെ ഷോപ്പിങ്ങുമായിട്ട് പോയി. അപ്പോൾ ദുബായിലെ ഞങ്ങളുടെ രണ്ടാമത്തെ ദിവസം ഇന്ന് ഒരു അതിശയ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. മെട്രോ കയറി ട്രാം എടുത്ത് മോണോറെയിൽ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളി യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദുബായിയുടെ മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പബ്ലിക് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി എങ്ങനെ കിടിലമായി എക്സ്പ്ലോർ ചെയ്യാമെന്ന് അറിയാൻ കൗതുകമുണ്ടോ? എന്നാൽ ഞങ്ങളുടെ കൂടെ കുടിക്കുള്ളൂ. അങ്ങനെ ഞങ്ങൾ 10-11 മണിയോടുകൂടി ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് നേരെ ദുബായ് കരാമയിലുള്ള മെട്രോ സ്റ്റേഷനിൽ കയറി. അപ്പോൾ ദുബായ് മെട്രോൻ്റെ റെഡ് ലൈൻ്റെ 19ാമത്തെ സ്റ്റേഷനാണ് കരാമയിലുള്ളത് കേട്ടോ. ഇവിടെ നിന്നാണ് ഞങ്ങൾ യാത്ര തുടങ്ങിയത്. അപ്പോൾ മെട്രോ സ്റ്റേഷനിൽ കയറി ടിക്കറ്റ് കൗണ്ടറിൽ പോയി എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. അങ്ങനെ നോയൽ കാർഡൊക്കെ കിട്ടി സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ട്രെയിൻ എത്തിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ റെഡ് ലൈന് പോകുമ്പോൾ ഉള്ള കാണുന്ന കാഴ്ചകളുണ്ടല്ലോ, ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. നല്ല വ്യൂസാണ്. നമുക്ക് ബുർജ് ഖലീഫ കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫ്യൂച്ചർ മ്യൂസിയം കാണാൻ പറ്റും. എല്ലാം നമുക്ക് നല്ല ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തിട്ട് പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കണ്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ശോഭ റിയാലിറ്റി മെട്രോ സ്റ്റേഷനിലാണ് കേട്ടോ. ഇവിടുത്തെ ഇറങ്ങേണ്ടത് നമുക്ക് അവിടെയാണ് ഇറങ്ങേണ്ടത്. ഇനി ഇവിടുന്ന് നമുക്ക് എക്സിറ്റ് നമ്പർ 2 എടുത്ത് ട്രാം സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ദുബായ് മറൈനിലേക്കുള്ള ട്രാം കിട്ടുന്നത്. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നടന്ന് നേരെ ട്രാം സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. നോയൽ കാർഡ് ഓൾറെഡി യാത്ര ചെയ്യാനുള്ള പാസ് എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് കയറിയാൽ മതി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ട്രാം സ്റ്റേഷനിൽ തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവിടെ കാണുന്ന ബോർഡുകളും മാപ്പുകളും എല്ലാം നോക്കിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ട്രാം വന്നു. അതിൽ കയറി സീറ്റൊക്കെ പിടിച്ച് ഞങ്ങൾ പതിയെ പോകാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ സാധാ റോഡിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ ഒരു പ്രിവിലേജ് റോഡിൽ യാത്ര ചെയ്യുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ട്രാമിലുള്ള യാത്ര എന്ന് പറയുന്നത് ഭയങ്കര രസമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരുന്നു കേട്ടോ. ഈ ട്രാം എന്ന് പറയുന്നത് ദുബായ് മറീനയും ജുമേറ ബീച്ച് റെസിഡൻസ് ആ ഏരിയകൾ കവർ ചെയ്യുന്ന രീതിയിലാണ് ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ യാത്ര ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും വളരെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അങ്ങനെ ട്രാം യാത്ര കഴിഞ്ഞ് ഞങ്ങൾ സ്റ്റേഷനിലെത്തിയിട്ടോ. ഇതാണ് പാം ജുമേറ ട്രാം സ്റ്റേഷൻ. ഇനി ഈ കാണുന്ന ഫുട് ബ്രിഡ്ജ് പിടിച്ചിട്ട് വേണം നമ്മൾ മോണോ റെയിൽ സ്റ്റേഷനിൽ എത്താൻ വേണ്ടി. അപ്പോൾ അതിലൂടെ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നടന്ന് ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു എക്സസൈസും കൂടെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് സ്റ്റെപ്പിലൊക്കെ കയറിയിട്ടാണ് ഞങ്ങൾ മുകളിലെത്തിയത്. അതുപോലെ നമ്മൾ ട്രാം സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ മറക്കാതെ നോയൽ കാർഡ് ടാപ്പ് ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന് മുകളിലെത്തി. കുറച്ച് കാർ പാർക്കിംഗ് ഏരിയയിലൂടെ നടന്നാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത്. പിന്നെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് എല്ലാവർക്കും ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് പെർ പേഴ്സൺ 30 dirhams ആണ്. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകാനും വരാനുള്ള ടിക്കറ്റാണ് എടുത്തത്. അങ്ങനെ പ്ലാറ്റ്ഫോമിലെത്തി മോണോറെയിൽ വന്ന് അതിൽ കയറി. ശരിക്കും പറഞ്ഞാൽ നല്ല വ്യൂ കാണണമെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരിക്കണമെന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും തട്ടിമാറ്റി നേരെ ഫ്രണ്ട് സീറ്റിൽ പോയിരുന്നു. എൻ്റെ അമ്മോ, ഒരു രക്ഷയില്ല. പാം ജുമേറയുടെ ഏറ്റവും അവിസ്മരണീയമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ 3-4 സ്റ്റേഷനും കൂടി ഉണ്ട്. അവിടെയൊക്കെ നിർത്തിയിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു വ്യൂ ഉണ്ടല്ലോ, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. മെയിൻ അറ്റ്ലാന്റിസ് ദ പാം വ്യൂ പറയാൻ വയ്യ, അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ യു എയിലുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും വന്ന് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തോളൂ. നല്ല വ്യൂ ആണ്, അടിപൊളി വീഡിയോസ് ഫോട്ടോസ് എല്ലാം എടുക്കാൻ പറ്റും.
അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയാണോ പോയത് അതുപോലെ തന്നെ ഞങ്ങൾ തിരിച്ചെത്തി. മോണോറെയിൽ വഴി, ട്രാം വഴി, മെട്രോയിൽ കയറി ഞങ്ങൾ ദുബായ് കരാമയിൽ തിരിച്ചെത്തി. കുറേ ഫോട്ടോസ്, കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.